ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എന്നത്തെയും പോലെ ഇന്നും ഒരു സ്ട്രോങ് ചായയിൽ നിന്നാണ് തുടക്കം. അപ്പോൾ നല്ല സ്ട്രോങ് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായ നുറുക്കും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എത്ര നേരം വൈകിയാലും ഇതൊന്ന് കുടിച്ചെങ്കിലാണ് കേട്ടോ ഒരു ഉഷാറ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ചായ നുറുക്കും കുടിക്കുകയാണ്. ഇത് ഫ്രൈഡേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാനിവിടെ പത്തിരിക്കുള്ള പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. കയ്യിലിൻ്റെ കണ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടി ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ തന്നെ നന്നായിട്ടൊന്ന് ഒരു പാട്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഇതുപോലെ വാട്ടിയാൽ ശരിക്കും വാടാത്ത ചെറിയ പൊടിൻ്റെ ഉണ്ടകളുണ്ടാവുമല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ അത് പൊടിഞ്ഞിട്ട് അതിൽ മിക്സ് ആയിക്കോളും. പിന്നെ നമുക്ക് അധികം ഇങ്ങനെ കുഴച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കധികം കുഴക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. കൂടുതലിട്ടിട്ട് കുഴക്കും വേണ്ട. ഞാനിങ്ങനെ ഇട്ട് ചെയ്യാറ്. അപ്പോൾ എനിക്ക് നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടും. ആ ചൂടോടാവുമ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റും ഉണ്ടാവും പത്തിരി. ഇനി ഇതിന്മേൽ പറ്റി പിടിച്ചിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എനിക്ക് എളുപ്പമാണ് കേട്ടോ പത്തിരി, കാരണം പെട്ടെന്ന് എനിക്ക് ആവും. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ടഫായിരുന്നു പത്തിരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം നല്ല എളുപ്പത്തിൽ നല്ല ഈസിയായിട്ട് ഞാൻ പത്തിരി വേഗം തന്നെ എൻ്റെ പത്തിരിപ്പണി കഴിയും. മറ്റെന്തെങ്കിലും ആണെങ്കിലാണ് കുറേ നേരം പിടിക്കുക. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളെ പത്തിരിപ്പൊടി. ഇതൊക്കെ ഒന്ന് ബോൾസാക്കിയിട്ട് എടുക്കുക. ഞാനിതെല്ലാം ഒന്ന് ബോൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പത്തിരി പ്രസ്സിലാണ് ഇത് അമർത്തിയെടുക്കുന്നത്. പ്രസ്സിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്മേലാണ് അമർത്തി കൊടുക്കുന്നത്. ഇത് നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടിയിട്ടുണ്ട്. പത്തിരിൻ്റെ കല്ലിവിടെ ചൂടാക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. പൊടി ഞാൻ തട്ടി കൊടുക്കലില്ല, പലമപ്പൊടി. എനിക്ക് ഒന്നും കൂടി എളുപ്പം ഇതാണ്, അങ്ങനെ ചെയ്തെടുക്കലാണ്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മൂന്നാമത്തെ പ്രാവശ്യം മറിച്ചിടുമ്പോഴാണ് നന്നായിട്ട് പൊള്ളി വരിക. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഞാനിവിടെ പത്തിരിയൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റാണത്. പത്തിരിയിലേക്ക് ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. തേങ്ങ അരച്ചിട്ടുള്ള നല്ല ടേസ്റ്റി പിന്നെ ഈസി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എളുപ്പപ്പണിയാണ് കേട്ടോ അത്. ചൂടായി വരുന്നതിന് മുന്നേ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇളക്കൊന്നും ചെയ്യാതെ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അതിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഒഴിച്ചിട്ടുള്ള 3 മുട്ടയും ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുട്ട ഒഴിച്ച പാടന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കുഞ്ചൊക്കെ ഒടിഞ്ഞു പോകും. ഇതിൽ നന്നായിട്ട് കലങ്ങിപ്പോവും. അതുകൊണ്ടാണ്. അതിനുശേഷം ഞാനതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാച്ചോറാണ്. അപ്പോൾ ഞാൻ ഇവിടെ അരി എടുത്തിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും അത് 2ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഉലുവയും പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിന്. നമ്മൾ തേങ്ങൻ്റെയും ഉലുവൻ്റെയും ചെറിയ ഉള്ളിൻ്റെയൊക്കെ. കുക്കറിൽ തേങ്ങാച്ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാനിവിടെ വെള്ളം കണക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിന് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ അരിൻ്റെ വേവിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ കുക്കർ മൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 വിസിൽ അടിച്ചെടുക്കാം. ഇത് അത്യാവശ്യം വേവുള്ള അരിയാണ്. അതുകൊണ്ടാണ് ഞാൻ 3 വിസിൽ അടിച്ചെടുക്കുന്നത്. അപ്പം കുക്കർ നന്നായിട്ട് വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വേവായിരുന്നു. ഇതിലേക്ക് ബീഫ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഞാൻ. ബീഫ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി ചതച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 പച്ചമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇന്ന് വാടി വരുമ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചിട്ടുള്ള ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആ വെള്ളത്തോടെ കൂടി തന്നെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് വലിയൊരു സവാള എടുത്തിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മളെ ബീഫ് വരട്ടിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി പയറുപ്പേരിയും കൂടി ഒന്ന് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് പിന്നെ അവർക്ക് ചോറാക്കാൻ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ചോറാക്കണത്. അപ്പോൾ ചോറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അവർ പോവാണ്. അപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.